എല്ലാവർക്കും നമസ്കാരം. JRCM ജെയ്ക്കി സോൾ. ഇന്നത്തെ ഈ വീഡിയോ ഹെയർ സിറത്തിനെ കുറിച്ചാണ്. ഹെയർ സിറം കൈകളിൽ എത്തിയിട്ടുണ്ടാവും. എങ്ങനെ ഉപയോഗിക്കണം, എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്, ഇതുകൊണ്ട് എന്താണ് ഗുണം, ഓയിൽ യൂസ് ചെയ്താൽ പോരെ, ഹെയർ സിറം യൂസ് ചെയ്യുമ്പോൾ ഓയിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, അങ്ങനെ ഒരുപാട് തരം സംശയങ്ങൾ നമുക്കുണ്ട്. അതെല്ലാം മാറ്റാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ശ്രദ്ധിച്ച് കേൾക്കുക. ഇൻഗ്രീഡിയൻസ് ഒക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ടാവും. നോട്ട് ചെയ്യേണ്ടവർ നോട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ ഹെയർ കെയർ സിറത്തിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ് ഹെയർ സിറം എന്നാണ്. ഇവിടെ ഹെയർ സിറം മാത്രമല്ല, ഹെയർ ഗ്രോത്ത് സിറം എന്നാണ്. മുടി വളരാനും മുടി നന്നായിട്ട് ഉള്ളു വയ്ക്കാനും മുഴുവനായിട്ട് തോന്നാനും ആ ഒരു തിളക്കം കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഹെയർ സിറം യൂസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഹെയർ സിറത്തിൻ്റെ ബെനിഫിറ്റ്സ്? ഹെയർ സിറം നമ്മുടെ മുടിക്ക് വേണ്ട അല്ലെങ്കിൽ സ്കാൽപ്പിന് വേണ്ട നറിഷ്മെൻറ്റ് നന്നായിട്ട് കൊടുക്കാനും ഹെയർ നല്ല സ്ട്രോങ് ആക്കാനും റൂട്ട് തൊട്ട് നമുക്ക് ഹെയറിന് വേണ്ട ഫോളിക്കിൾസിന് വേണ്ട എല്ലാ നറിഷ്മെൻറ്റും സ്ട്രെങ്ത്തും കിട്ടാനും സഹായിക്കുന്നതാണ്. നല്ല തിക്കുള്ള ഫുള്ളായിട്ടുള്ള ഹെയർ നമുക്ക് കിട്ടും. ഉപയോഗിച്ച് ഒരാഴ്ച കഴിയുമ്പോഴേക്കും തന്നെ പതുക്കെ പതുക്കെ നമുക്ക് റിസൾട്ട് കിട്ടി തുടങ്ങും. നമുക്ക് മനസ്സിലായി തുടങ്ങും ഹെയർ ലോസ് അല്ലെങ്കിൽ മുടി കൊഴിയുന്നത് കുറയുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. മുന്നോട്ട് പോകും തോറും എന്താണിതെന്ന് കൂടുതൽ മനസ്സിലാക്കാനാണ്. ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഹെയർ ഓയിലും ഹെയർ സിറവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ്. എന്തിനു വേണ്ടിയിട്ട് ഹെയർ സിറം യൂസ് ചെയ്യണം, എന്തിന് ഓയിൽ യൂസ് ചെയ്യണം എന്നാണ്. ഹെയർ സിറത്തിനും ഓയിലിനും ഒരുപാട് ഗുണങ്ങളുണ്ട്. രണ്ടിൻ്റെയും ഫങ്ഷൻസ് വേറെയാണ്. ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല നമ്മൾ ഹെയർ സിറം യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണെങ്കിലും നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് തന്നെയാണ് രണ്ടും. ഹെയർ ഓയിൽ നമ്മുടെ തലയോട്ട് അല്ലെങ്കിൽ സ്കാൽപ്പിനെ ഡീപ്പായിട്ട് നറിഷ് ചെയ്യും, നല്ലോണം സ്ട്രെങ്തൻ ചെയ്യും, മുടിക്ക് നല്ല സ്ട്രെങ്ത് കൊടുക്കും. അതേപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിൻ്റെ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യും, നന്നായിട്ട് താരനൊന്നും ഇല്ലാതിരിക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ നല്ല രീതിയിൽ ക്വാളിറ്റി കൊടുക്കാനായിട്ട് സഹായിക്കുന്നതാണ്. ആകൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓയിൽ തലയിൽ വെച്ചുകൊണ്ട് ഓയിൽ പുരട്ടിക്കൊണ്ട് ഓയിൽ നന്നായിട്ട് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പുറത്തേക്ക് കിടക്കാൻ പാടില്ല, പുറത്ത് പോകാനായിട്ട് പാടില്ല. ഇപ്പോൾ പണ്ടത്തെ ഒരു കാലഘട്ടം പോലെയല്ല ഇപ്പോൾ. പണ്ടത്തേലും ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഇന്ന് പൊല്യൂഷൻ കൂടുതലാണ്. ഈ പൊല്യൂഷനും പുറമേ നിന്ന് വന്നുള്ള ഡസ്റ്റ് പാർട്ടിക്കൽസ് എല്ലാം നമ്മുടെ തലയിൽ ഒട്ടിപ്പിടിച്ചിരിക്കാനും തലയിലുള്ള പോഴ്സ് അങ്ങനെ ഈ ഡസ്റ്റ് പാർട്ടിക്കൽസ് കൊണ്ടും ഓയിലും എല്ലാം കൊണ്ട് നിറയുമ്പോൾ ഇൻഫെക്ഷൻസ് കൂടാനും താരൻ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരുടെയും മുടി കണ്ടാലറിയാം, പണ്ടത്തെ കാലം പോലെയല്ല, പശു നക്കിയ പോലെയല്ല ഇരിക്കണേ. എല്ലാവരുടെയും മുടി കുറച്ച് ഡ്രൈ ആയിട്ട് കുറച്ചൊരു തിളക്കത്തോട് കൂടിയിട്ട് എന്നാൽ എണ്ണമയമില്ലാതിരിക്കാനാണ് ആൾക്കാർക്ക് ഇഷ്ടം. അവിടെയാണ് സിറത്തിൻ്റെ ഒരു റോള് വരുന്നത്. സിറം എന്ന് പറഞ്ഞാൽ ലൈറ്റ് വെയ്റ്റ് ആണ്. ഹെയർ സ്റ്റൈലിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഹെയർ സിറം ആണെങ്കിൽ നമ്മൾ ഹെയർ സ്റ്റൈലിങ്ങിന് യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ അയൺ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യുന്ന സമയത്ത് ഹെയർ സിറം ഉണ്ടെങ്കിൽ ഹെയറിനെ വല്ലാതെ ഡാമേജ് ചെയ്യില്ല, അല്ലെങ്കിൽ ചൂട് വല്ലാതെ മുടിക്ക് ഏൽക്കില്ല. ഇനി അത് മാത്രമല്ല, നമ്മുടെ ഹെയർ സിറം സ്കാൽപ്പിലും കൂടി അപ്ലൈ ചെയ്യുന്നതാണ്. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഡീപ്പായിട്ട് റൂട്ട് അടക്കം ഫോളിക്കിൾസ് അടക്കം സ്ട്രോങ് ആവാനും നന്നായിട്ട് നറിഷ്മെൻറ്റ് കിട്ടാനും. ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് നോക്കിയാലറിയാം. നമ്മൾ ഗ്ലോബലി ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണോ ഇൻഗ്രീഡിയൻസ് ക്ലിനിക്കലി പ്രൂവ് ചെയ്തേക്കണം, അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ഹെയർ സിറത്തിലുള്ളത്. വഴിയെ നമ്മൾ പരിചയപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഹെയർ സിറം യൂസ് ചെയ്താൽ ഡീപ്പായിട്ട് നമുക്ക് നറിഷ്മെൻറ്റ് കിട്ടാനും മുടി നന്നായിട്ട് കട്ടിയായിട്ട് വളരാനും ഹെയർ ലോസ് ഇല്ലാതിരിക്കാനും ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റാണ്. ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പോലും നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പോൾ ഹെയർ ഓയിൽ യൂസ് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്താ? ഓയിൽനെസ് ഉണ്ടാവും, നമ്മുടെ മുടി ഒതുങ്ങിയിരിക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്നവർക്ക് ഹെയർ ഓയിൽ തന്നെ യൂസ് ചെയ്യാം. ഹെയർ സിറം യൂസ് ചെയ്യുന്നവർക്ക് രണ്ടും യൂസ് ചെയ്യണം. ഹെയർ സിറം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. അതൊരു വാട്ടർ ബേസ്ഡ് ആണ്, ഓയിൽ ബേസ്ഡ് അല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഓയിൽ യൂസ് ചെയ്യുമ്പോഴുള്ള ഒരു ചമ്പിനെസ് നമുക്ക് സിറത്തിന് ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയാണ് പ്രത്യേകതകൾ, രണ്ടും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ സിറം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓയിൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, ഓയിൽ യൂസ് ചെയ്യാതെ പറ്റില്ല എന്നുള്ളവരാണെങ്കിൽ സിറം യൂസ് ചെയ്ത് 1 മണിക്കൂറിന് ശേഷം നമുക്ക് ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് യൂസേജ് വരണതെന്ന് വീഡിയോൻ്റെ ലാസ്റ്റ് നിങ്ങൾക്ക് പറയുന്നതായിരിക്കും. ഫസ്റ്റത്തെ ഇൻഗ്രീഡിയൻറ്റിലേക്ക് കിടക്കാം. റിഡൻസിലാണ് ഫസ്റ്റത്തെ ഇൻഗ്രീഡിയൻറ്റ്. റിഡൻസിൽ എന്ന് പറഞ്ഞാൽ പ്ലാന്റിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യപ്പെട്ട ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉള്ള പലതരം പ്ലാന്റ്സിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്, ക്ലിനിക്കലി പ്രൂവൻ ആണ്. അതായത് ഹെയറിന് വേണ്ടിയിട്ട് യാതൊരു തരത്തിലുള്ള സൈഡ് ഇഫക്ട്സും ഇല്ല, സുഖമായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും, ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നതാണ്. എവിടെ നിന്നാണോ ഹെയർ വളരുന്നത്, ഹെയർ ഫോളിക്കിൾസിനെ റൂട്ടിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് റിഡൻസിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഹെയറിന് നല്ല കരുത്ത് കിട്ടാനും ഉള്ളു കിട്ടാനും തിക്നെസ് കിട്ടാനും സഹായിക്കും.
സഹായിക്കുന്നതാണ്. ഇതിലുള്ള എസെൻഷ്യൽ ന്യൂട്രിയൻസ് ആൻറ്റി ഇൻഫ്ലമേറ്ററീസ് ആയിട്ട്, അതായത് ഹെയറിന് പ്രോട്ടീൻ കൊടുക്കാനായിട്ടും ആൻറ്റി ഇൻഫ്ലമേറ്ററീസ് ആയിട്ട്, തലയിൽ ഈ ചൊറിച്ചിലും സ്വെല്ലിങ്സ് ഒക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ അത് മാറാനായിട്ട് സഹായിക്കുന്ന തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് റിഡൻസിലുണ്ട്. ഇനി അതേപോലെ തന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന അവസ്ഥ വരുന്ന ആൾക്കാരുണ്ട്. ഇനി അടുത്തത് ഹെയർ ട്രാൻസ്പ്ലാന്റ് ആണ്, ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് പോവുക എന്നുള്ളവർക്ക് ഉള്ള ഏറ്റവും നല്ലൊരു ഓൾട്ടർനേറ്റീവാണ് എന്ത്, റിഡൻസിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് റിഡൻസിൽ യൂസ് ചെയ്ത് നോക്കിയിട്ട്, അങ്ങനെ ആരെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ഹെയർ സിറം യൂസ് ചെയ്ത് ഒരു 3 മാസമെങ്കിലും ഗ്യാപ്പ് കൊടുത്ത്, ഒരു 90 ദിവസമെങ്കിലും ഗ്യാപ്പ് കൊടുത്തിട്ട് വ്യത്യാസം വരുന്നുണ്ടോ നോക്കുക, എന്നിട്ടാവാം നമുക്ക് ട്രാൻസ്പ്ലാന്റിനൊക്കെ പോകാനായിട്ട്. അപ്പോൾ ഹെയർ ലോസ് കുറയ്ക്കാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനായിട്ടും നമുക്ക് ഉള്ളു കൂട്ടാനും സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് എന്ത്, റിഡൻസിൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോ കാണാം. ഇത് നമുക്ക് നമ്മളിൽ തന്നെ പരീക്ഷിക്കാം. അപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് ഫോട്ടോ എടുത്ത് വെക്കുക, എന്ത് വ്യത്യാസമാണ് വരണേന്നുള്ളത് നോക്കുക. കൺസിസ്റ്റൻസി നിർബന്ധമാണ്. ഇന്ന് ഉപയോഗിച്ച് 4 ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ റിസൾട്ട് കിട്ടില്ല. എന്നും 2 നേരം നമ്മൾ അപ്ലൈ ചെയ്യണം, എന്നാലാണ് നമുക്ക് ഈ റിസൾട്ട് കിട്ടുക. അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് അനഗെയിൻ എന്ന് പറയുന്ന ഇൻഗ്രീഡിയൻറ്റ്. നമ്മുടെ പയറിൻ്റെയൊക്കെ സ്പ്രൗട്ട്സിൽ നിന്ന്, പയർ വർഗ്ഗങ്ങളുടെ സ്പ്രൗട്ട്സിൽ നിന്നും മുളക്കില്ലേ, അതിൽ നിന്നും ഉണ്ടാക്കുന്ന ഡിറൈവ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അനഗെയിൻ എന്ന് പറയുന്നത്. മുടിക്ക് നീളം വയ്ക്കൽ മാത്രമല്ല, നീളം വെച്ച മുടി ഉണ്ടായത് ഹെയർ ഗ്രോത്തിനെ, പുതിയ പുതിയ മുടികൾ ഹെയർ ഉണ്ടാവുകയും അതിൻ്റെ ഒപ്പം തന്നെ ഈ ഹെയർ നിലനിൽക്കാനായിട്ട്, ഈ സൈക്കിൾ ഇതിൻ്റെ നിലനിൽക്കാനായിട്ട് സഹായിക്കും. നമ്മുടെ മുടി ഹെയർ ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കൊഴിയാനുള്ള ചാൻസസ് ഉണ്ട്. ഈ കൊഴിയുന്ന ചാൻസസ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഒരുപാട് ഇതിന് സൈക്കിൾ കൂടും. ഇനി അതേപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഫുള്ളും ഉള്ളിൽ അതായത് സ്കിന്നിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഫോളിക്കിൾസിൽ നിന്ന് വരുന്ന ഹെയർ അടക്കം എല്ലാം സ്ട്രോങ് ആവാനായിട്ട് സഹായിക്കും. ഹെയർ ഗ്രോത്തിന് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അനഗെയിൻ എന്ന് പറയുന്നത്. ഇനി ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ളൊരു സംഭവമാണ്, 3 മാസം കൊണ്ട് അനഗെയിൻ ഉപയോഗിച്ചിട്ടുള്ള എന്ത് പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്താലും നമുക്ക് റിസൾട്ട് കിട്ടും എന്നുള്ളത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അനഗെയിൻ ആണ് നമ്മുടെ ഒരു ഇൻഗ്രീഡിയൻറ്റ് റിഡൻസിൽ ഓൾറെഡി ഉണ്ട്. നിങ്ങൾ മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം റിഡൻസിലും അനഗെയിനും കൂടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ള ഹെയർ സിറംസ് കാണാനായിട്ട് പറ്റും. ഇവിടെ ഇത് മാത്രമല്ല, ഇനിയിപ്പോൾ വരിയായിട്ട് വരാനായിട്ട് പോവുകയാണ്. ഹെയർ ലോസ് ഫൈറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഹെയർ ലോസ് മുടി കൊഴിച്ചിൽ ഉണ്ടാക്കാതിരിക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ അനഗെയിൻ എന്ന് പറയുന്നത്. അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് ഇലായ റിനോവ എന്ന് പറയുന്നത്. ഈ ഇലായ റിനോവ എന്ന് പറയുന്നത് പ്ലാന്റിൻ്റെ, മരങ്ങളുടെ സ്റ്റെം സെൽസിൽ നിന്ന് എടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയറിൻ്റെ സൈക്കിൾ പറയും. ഒന്ന് റൂട്ട്, അതേപോലെ തന്നെ ഹെയർ ഷാഫ്റ്റും, ഇനി അതേപോലെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെയുള്ള എന്താ പറയുക, ഹെയർ സ്കാൽപ്പും ഹെയർ ഫോളിക്കിളും ഹെയർ ഷാഫ്റ്റും, ഇതിനെയെല്ലാം ഒന്നിച്ചു കൂടിയിട്ട് ഒരേപോലെ കണ്ടിന്യൂറ്റി കിട്ടാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഓയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് സ്കാൽപ്പിന് കിട്ടും, അപ്പോൾ ഫോളിക്കിൾസിന് വേണ്ട പോലെ കിട്ടില്ല, അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടാവില്ല, അത് ഉള്ളിലേക്ക് ചെല്ലില്ല. ഫോളിക്കിൾസിന് കിട്ടിയാൽ ഹെയർ ഷാഫ്റ്റിന്, അതായത് മുടി നാരുകൾക്ക് കിട്ടില്ല, ഫൈബർ ആകെ മോശമായിട്ട് പോകും. നമ്മുടെ തല അങ്ങനെയാണ് ഇരിക്കുക, തലയിൽ എണ്ണയുണ്ടെങ്കിൽ മുടിയിലുണ്ടാവില്ല, ആകെ ഡ്രൈ ആയിട്ട് ചകിരിനാര് പോലെ ഇരിക്കും. ഇനി മുടിയിലുണ്ടെങ്കിൽ തലയിലുണ്ടാവില്ല, മൊത്തം ഒരുമിച്ച് നമുക്ക് കിട്ടില്ല. ഇതെല്ലാത്തിലേക്കും എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇലായ റിനോവ എന്ന് പറയുന്നത്. സ്കാൽപ്പിൽ ഹൈഡ്രേഷൻ, ഈർപ്പം നിലനിൽക്കാനും, അതേപോലെ തന്നെ സ്കാൽപ്പിൽ എന്തെങ്കിലും ചുവന്ന റെഡ്നെസ് ഉണ്ട്, മുടി കൊഴിച്ചിലുണ്ട്, എന്തെങ്കിലും പ്രശ്നങ്ങൾ, സ്കിൻ ഡിസീസസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് സഹായിക്കുന്ന ഒരു ഓൾട്ടർനേറ്റീവ് കൂടിയിട്ടാണ് ഇലായ റിനോവ എന്ന് പറയുന്നത്. ആ പിക്ചർ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം, താഴെ തൊട്ട് റൂട്ട് തൊട്ട് സ്കാൽപ്പിലേക്കും, സ്കാൽപ്പിൽ നിന്നും ഹെയർ പുറത്തേക്ക് വരുന്ന ആ ഭാഗത്തുനിന്ന് ഹെയർ ഷാഫ്റ്റിലേക്ക് വരെ എല്ലാം ഒരേപോലെ നറിഷ്മെൻറ്റ് കൊടുക്കാനായിട്ട് വേണ്ട, എന്താ പറയുക, ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് സഹായിക്കുന്ന, കണക്ഷൻ വരുത്തുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇലായ റിനോവ എന്ന് പറയുന്നത്. നന്നായിട്ട് മുടി ഉള്ളു വയ്ക്കാനും, അതേപോലെ തന്നെ ജീവനില്ലാത്ത മീൻസ് മുടിക്ക് ജീവനില്ല, ഡെഡ് സെൽസ് കൊണ്ടാണ് ഹെയർ ഉണ്ടാക്കിയിരിക്കുന്നത്, സ്റ്റിൽ ആ ഒരു ഹെയർ നല്ല തിളക്കത്തോട് കൂടിയിട്ട് നിലനിൽക്കാനായിട്ട് സഹായിക്കുന്ന ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റും കൂടിയിട്ടാണ് ഇലായ റിനോവ എന്ന് പറയുന്നത്. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ റോസ്മേരി ഓയിലാണ്. റോസ്മേരി ഓയിൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ട് സഹായിക്കുന്നു. നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് സർക്കുലേഷൻ ഓൾറെഡി മസാജ് ചെയ്യുമ്പോൾ ഉണ്ടാവും, അത് ഒന്നും കൂടി 10 മടങ്ങ് ആക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് റോസ്മേരി ഓയിൽ. ഹെയർ ഗ്രോത്തിനെയും സഹായിക്കും. അടുത്തതാണ് ജോജോബ ഓയിൽ. നമ്മൾ പല പ്രോഡക്ട്സിലും കണ്ടിട്ടുണ്ട് ജോജോബ ഓയിൽ. അപ്പോൾ ജോജോബ ഓയിൽ എന്ന് പറഞ്ഞാൽ സ്കിൻ കെയറിൽ അല്ലെങ്കിൽ കോസ്മെറ്റിക്സിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ ഡ്രൈനെസ് മാറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഹെയറിനും ഡ്രൈനെസ് മാറ്റാനായിട്ട് സഹായിക്കും ജോജോബ ഓയിൽ. അതേപോലെ ഹെയറിന് മുടിക്ക് വളരാനുള്ള ഒരു എൻവയോൺമെൻറ്റ്, ഒരു പരിസ്ഥിതി ഉണ്ടാക്കാനായിട്ട് സഹായിക്കും ജോജോബ ഓയിൽ. അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് ലാവൻഡർ ഓയിൽ.
നമ്മുടെ സ്കാൽപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, ആകെ ഫ്ലാക്കിനെസ് ഉണ്ട്, തല വല്ലാണ്ട് ചൊറിച്ചിലുണ്ട്, ഇറിറ്റേഷൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ സ്കാൽപ്പിനെ കാമാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് ലാവൻഡർ ഓയിൽ. അതേപോലെ തന്നെ നമ്മൾ റിലാക്സ്ഡ് ഫീൽ ചെയ്യും, നമുക്കൊരു തണുപ്പ് നമുക്ക് നന്നായിട്ട് തലയ്ക്ക് ഫീൽ ചെയ്യാനായിട്ട് സഹായിക്കും, നല്ല ഹെൽത്തിയർ ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് ലാവൻഡർ ഓയിൽ. അടുത്ത ഇൻഗ്രീഡിയൻ്റാണ് ഒണിയൻ സീഡ് ഓയിൽ, കലൗഞ്ചി എന്ന് പറയും ഹിന്ദിയിൽ. അപ്പോൾ ഒണിയൻ സീഡ് ഓയിൽ നമ്മുടെ ഇവിടെ കുറവാണ്, പക്ഷെ നമ്മൾ ഈ എന്താ പറയുക, വലിയ ഉള്ളിയൊക്കെ അരച്ച് കഴിഞ്ഞിട്ട് തലയിൽ തേക്കും, സവാളയൊക്കെ അരച്ച് കഴിഞ്ഞിട്ട് തലയിൽ തേക്കും, എന്തിനു വേണ്ടിയിട്ട് മുടി കൊഴിച്ചിൽ നിൽക്കാൻ, മുടി പൊട്ടി പോവാതിരിക്കാനൊക്കെ. അപ്പോൾ അതേപോലെ തന്നെ സൾഫർ റിച്ച് ആണ് ഈ ഒണിയൻ സീഡ് ഓയിൽ എന്ന് പറയുന്നത്. ഹെയറിന് സ്ട്രെങ്ത്ത് കൂട്ടാനായിട്ട്, മുടി പെട്ടെന്ന് പൊട്ടി പോവാതിരിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഒണിയൻ സീഡ് ഓയിൽ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്താൽ, തലയിൽ മാത്രമല്ല മുടിയിലും സ്ഥിരമായിട്ട് യൂസ് ചെയ്താൽ മുടിക്ക് ആ കരുത്ത് കിട്ടും, സ്ട്രെങ്ത്ത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും, അത്ര പെട്ടെന്ന് പൊട്ടിപ്പോയില്ല, നൈസായിട്ട് വല്ലാണ്ട് സ്ലിമ്മായിട്ട് വല്ലാണ്ട് നേർത്ത മുടിയുള്ളവർക്കൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് ഒണിയൻ സീഡ് ഓയിൽ. ഓയിലി ഹെയറുകാർക്ക് ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ ഹെയർ സിറം, കാരണം അവർക്ക് ഓയിൽ യൂസ് ചെയ്യുമ്പോൾ ഓയിൽ വീണ്ടും പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം ഹെയർ സിറം യൂസ് ചെയ്താൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് പോമിഗ്രാനൈറ്റ് എക്സ്ട്രാക്റ്റ്, നമ്മുടെ നാരങ്ങയുടെ എക്സ്ട്രാക്റ്റ്. അപ്പോൾ മാതള നാരങ്ങ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രത്തോളം നമുക്ക് രക്തം ഉണ്ടാവാനായിട്ട് സഹായിക്കുന്നതാണെന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ തലയിൽ തേക്കുന്ന സമയത്ത് നറിഷ്മെൻറ്റ് നന്നായിട്ട് ഉണ്ടാവാനും ഹെയറിന് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കാനും മുഴുവനായിട്ടുള്ള ഹെയർ ഗ്രോത്തിന്, ഹെയറിൻ്റെ ഹെൽത്തിന് സഹായിക്കുന്നതാണ്. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഭൃംഗ്രാജ് എക്സ്ട്രാക്റ്റ് ആണ്. ഭൃംഗ്രാജ് എന്ന് പറഞ്ഞാൽ കയ്യോന്നിയാണ്. കയ്യോന്നി നമുക്കറിയാം, നമ്മൾ എണ്ണ കാച്ചുമ്പോഴൊക്കെ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് കയ്യോന്നി. ഏറ്റവും നല്ല രീതിയിൽ മുടി വളരാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രകൃതിദത്തമായ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ കയ്യോന്നി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹെയർ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ മുടിയിഴയെ നന്നായിട്ട് സ്ട്രോങ് ആക്കാൻ സഹായിക്കും. മേത്തി എക്സ്ട്രാക്റ്റ്, ഉലുവയുടെ ഇല. അപ്പോൾ ഉലുവ നമ്മൾ ഉപയോഗിക്കുന്നതാണ്, കണ്ടീഷണറാണ് ഉലുവ അരച്ച് കഴിഞ്ഞിട്ട് തലയിൽ തേച്ച് കഴിഞ്ഞാൽ നല്ല കണ്ടീഷണറാണ്, മുടി നല്ല സോഫ്റ്റായിട്ടും തിളക്കത്തോട് കൂടിയിട്ടിരിക്കും. ഇവിടെ അതേപോലെ തന്നെ ഡീപ്പായിട്ട് കണ്ടീഷൻ ചെയ്യാനായിട്ടും സ്മൂത്തായിട്ടുള്ള തിളക്കത്തോടു കൂടിയുള്ള ഹെയർ പ്രദാനം ചെയ്യുന്നതാണ് നമ്മുടെ മേത്തി എക്സ്ട്രാക്റ്റ് അല്ലെങ്കിൽ ഉലുവയുടെ എക്സ്ട്രാക്റ്റ്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉണ്ട്, ഇനിയും ഇൻഗ്രീഡിയൻസ് അതിൽ എഴുതിയിട്ടുണ്ട്, മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറഞ്ഞത്. ഈ ഇൻഗ്രീഡിയൻസ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഗുണങ്ങൾ ഈ ഒരു ഹെയർ സിറത്തിലുണ്ട് എന്ന്. ഇത് ഇനി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ആദ്യം നമ്മളിത് ഉപയോഗിക്കുന്നതിന് മുമ്പ് എങ്ങനെ ഉപയോഗിക്കണം എന്നറിയണം അല്ലേ. ഇനി ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മുടെ തല ക്ലീൻ ആയിട്ടിരിക്കണം. അപ്പോൾ ക്ലീൻ അല്ലാത്ത വേർത്ത് കുളിച്ചിരിക്കുന്ന തലയിൽ യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അത് വാട്ടർ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ വേർപ്പോട് കൂടിയിട്ട് ഉള്ളിലേക്ക് ഇറങ്ങും. അതില്ലാതിരിക്കാനായിട്ട് നമുക്ക് ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്താ, കുളി കഴിഞ്ഞ് ഷാംപൂ കണ്ടീഷണറൊക്കെ ഇടുകയാണെങ്കിൽ അങ്ങനെ, അല്ല എങ്കിൽ അല്ല, മീൻസ് കുളിച്ചാൽ മതി. കുളിച്ച് കഴിഞ്ഞ് തല ക്ലീൻ ആയിട്ടിരിക്കുന്ന സമയത്ത് ഹെയർ സിറം തലയിൽ അപ്ലൈ ചെയ്യാം. ഇനി ദിവസം കുളിക്കാത്തവരാണ്, ഒന്നരാട് ദിവസമൊക്കെയാണ് കുളിക്കുക, 2 ദിവസം കൂടുമ്പോഴാണ് കുളിക്കുക, ആഴ്ചയിൽ 2 ദിവസമേ കുളിക്കുള്ളൂ, അങ്ങനെയുള്ളവരാണെങ്കിൽ വേർത്തിട്ടുണ്ടെങ്കിൽ തല നന്നായിട്ട് തോർത്തി ഡ്രൈ ചെയ്യുക. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, തോർത്തുന്ന സമയത്ത് തേങ്ങ പൊതിക്കുന്ന പോലെ തോർത്തരുത്. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം വേർപ്പൊക്കെ വറ്റി ഉണങ്ങി എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം നമ്മുടെ സിറം അപ്ലൈ ചെയ്യുക. 2 നേരമാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്, രാവിലെയും വൈകിട്ടും. ഇനി എന്താ ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് ക്ലീൻ ആയിട്ടുള്ള സ്കാൽപ്പിൽ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. സിറം അപ്ലൈ ചെയ്യുന്ന സമയത്ത് കയ്യിലേക്ക് കുറച്ച് സിറം എടുക്കുക, ഒരു 5-6 തുള്ളി, നമ്മുടെ തലയുടെ അനുസരിച്ച്. ഹാഫ് ബോട്ടിലൊന്നും എടുക്കണ്ട, പകുതി ബോട്ടിൽ കയ്യിലേക്ക് കമഴ്ത്തിയിട്ട് തേക്കേണ്ട ആവശ്യമില്ല. 5-6 മാക്സിമം 8 തുള്ളി കയ്യിലേക്ക് എടുക്കുക, വിരലുകളുമേ ഫിംഗർ ടിപ്സിലാക്കിയിട്ട് തലയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇനി മുടിയിൽ, സ്ത്രീകൾക്കാണെങ്കിൽ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ജട പോകാനായിട്ട് സഹായിക്കും. 2 കൈയിലും കൂടിയിട്ട് റബ്ബ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ജട കളഞ്ഞാൽ ജട നന്നായിട്ട് പോകാനായിട്ട്, മുടി നന്നായിട്ട് കൺട്രോൾഡ് ആവാനും സഹായിക്കുന്നതാണ് നമ്മുടെ സിറം. പുരുഷന്മാർക്കാണെങ്കിൽ മുടി നന്നായിട്ട് സ്റ്റൈൽ ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. ഇനി കഴുകി കളയേണ്ടതല്ല, നമ്മൾ സിറം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് കഴുകി കളയാനായിട്ട് പാടില്ല. അത് രാത്രി അപ്ലൈ ചെയ്യുന്ന സമയത്ത് രാവിലെ വരെ അതിരുന്നോട്ടെ. ഇനിയിപ്പോൾ പിറ്റേ ദിവസം കുളിച്ചില്ലെങ്കിലും പ്രശ്നമില്ല, അതവിടെ ഇരുന്നാൽ യാതൊരു പ്രശ്നമില്ല. പിറ്റേ ദിവസം നമ്മൾ തല തോർത്തിയിട്ട് നമുക്ക് വീണ്ടും അപ്ലൈ ചെയ്യാം. അല്ല, കുളിക്കുന്നവരാണെങ്കിൽ പിറ്റേ ദിവസം കുളിച്ചാൽ മതി. എണ്ണ തേക്കണം എന്ന് നിർബന്ധമുള്ളവരാണെങ്കിൽ സിറം അപ്ലൈ ചെയ്ത് 1 മണിക്കൂറിന് ശേഷം എണ്ണ അപ്ലൈ ചെയ്യുക. കാരണം സിറം ഒന്ന് അബ്സോർബ്ഡ് ആണ്, സിറത്തിലുള്ള ഇൻഗ്രീഡിയൻസ് തലയിലേക്ക് നന്നായിട്ട് ചെല്ലാൻ വേണ്ടിയിട്ടാണ്. ഇനി ലീവ് ഓൺ ട്രീറ്റ്മെൻ്റ് ആണത്. നല്ല റിസൾട്ട് കിട്ടാൻ 90 ദിവസമെങ്കിലും മിനിമം നമ്മൾ യൂസ് ചെയ്യണം. സ്റ്റിൽ ഒരാഴ്ച കഴിയുമ്പോഴേക്കും നമുക്ക് വ്യത്യാസം അറിഞ്ഞു തുടങ്ങും. നമ്മൾ സിറം അപ്ലൈ ചെയ്യണതിൻ്റെ നമുക്ക് ആ ഒരു മുടി കൊഴിച്ചിൽ കുറയുന്നതായിട്ട്, മുടിക്ക് ഒരു വ്യത്യാസം വരുന്നതൊക്കെ ആയിട്ട് നമുക്ക് തോന്നും. ഉപയോഗിക്കുന്ന അപ്പം തന്നെ തലയ്ക്ക് നല്ലൊരു തണുപ്പ് കിട്ടുന്നതായിട്ടും അതേപോലെ തന്നെ തല നല്ല കൂളാവുന്നതായിട്ടും നമുക്ക് ഫീൽ ചെയ്യും.
പ്രത്യേകം ശ്രദ്ധിക്കുക, അപ്ലൈ ചെയ്യുന്ന സമയത്ത് നഖം കൊള്ളാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നെയിൽസ് കൊള്ളരുത്. ഫിംഗർ ടിപ്സ് കൊണ്ട് വേണം നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാൻ. എത്രത്തോളം മസാജ് ചെയ്യുന്നു അത്രത്തോളം ഗുണം കിട്ടും. ഇനി രാവിലെയും രാത്രിയും അപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ ഹെയർ ഓയിലിങ്ങിന് 1 മണിക്കൂർ മുമ്പ്. ഇതിൻ്റെ പ്രത്യേകത ക്ലിനിക്കലി പ്രൂവൻ റിസൾട്ട്സ് ആണ്. പാരബൻ ഫ്രീ ആണ്. ഷെൽഫ് ലൈഫ് കൂട്ടാൻ യൂസ് ചെയ്യുന്ന യാതൊരു തരത്തിലുള്ള ഹാംഫുൾ കെമിക്കൽസും നമുക്കില്ല. മിനറൽ ഓയിൽ ഫ്രീ ആണ്. നാച്ചുറൽ ഹെയർ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഡാമേജ് ആയിട്ടുള്ള ഹെയർ വീണ്ടും ഒന്ന് ജീവൻ വെക്കാനായിട്ട് സഹായിക്കുന്നു. ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും തന്നെയില്ല. ഉപയോഗം ഒന്നും കൂടി ആവർത്തിക്കുകയാണ്. കയ്യിലേക്ക് കുറച്ച് തുള്ളി എടുക്കുക, എന്നിട്ട് ഫിംഗർ ടിപ്സിലാക്കിയിട്ട് നന്നായിട്ട് തലയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. 2 കയ്യിലും കൂടിയിട്ട് എടുത്തതിന് ശേഷം നന്നായി 2 കയ്യിലും റബ്ബ് ചെയ്തതിന് ശേഷം മുടി നന്നായിട്ട് ചീവി കൊടുത്താൽ, നന്നായിട്ട് ചെട കളഞ്ഞാൽ നന്നായിട്ട് ചെട പോവും. നമുക്ക് ഈ ഇട്ട് വലിക്കേണ്ട ആവശ്യം വരില്ല. നല്ല സ്മൂത്തായിട്ട് കിട്ടും. ഉപയോഗിക്കേണ്ട രീതി ഇതാണ്. 2 നേരമാണ് അപ്ലൈ ചെയ്യേണ്ടത്, രാവിലെയും രാത്രിയും. രാത്രി കിടക്കുന്നതിന് മുമ്പ് ഹെയർ സിറം അപ്ലൈ ചെയ്യുക. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഓയിൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഹെയർ സിറം അപ്ലൈ ചെയ്ത് 1 മണിക്കൂറിന് ശേഷം ഓയിൽ യൂസ് ചെയ്യുക. ഇനി നമ്മൾ സാധാരണ പുരുഷന്മാരാണെങ്കിലും കുളി കഴിഞ്ഞതിന് ശേഷം ആണ് റെവിറ്റോ ഹെയർ ഓയിലാണ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പുറത്ത് പോകുക, അല്ലെ മുടി നന്നായിട്ട് ഇരിക്കാനായിട്ട്. അപ്പോൾ ഓയിലിൻ്റെ പോലെയല്ല ഹെയർ സിറം, ലൈറ്റ് വെയ്റ്റ് ആണ്. അപ്പോൾ ആ ഒരു ഓയിൽ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഒതുക്കം കിട്ടില്ല. പകരം നമുക്ക് വേണ്ട നറിഷ്മെൻ്റ് ഒക്കെ ഓയിൽനെസ് ഇല്ലാതെ വാട്ടർ ബേസ്ഡ് ആയതുകൊണ്ട് നമുക്ക് എല്ലാ നറിഷ്മെൻറ്റും കിട്ടും. നല്ല വ്യത്യാസം മുടിക്ക് വരും. പെട്ടെന്ന് തന്നെ വാങ്ങാത്തവർ വാങ്ങുക, യൂസ് ചെയ്ത് തുടങ്ങുക. നമ്മുടെ ദിനചര്യയുടെ ഭാഗമാവട്ടെ. 3 മാസം കൊണ്ട് ഇനി കാണുമ്പോൾ എല്ലാവർക്കും നിറയെ നല്ല തിക്കായിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹെയർ നന്നായിട്ട് ഉണ്ടാവട്ടെ. നമുക്ക് ഹെയർ ഗ്രോത്തിനും നമ്മുടെ ഭംഗിക്കും വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് ആരെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹെയർ സിറം ഒരു 3 മാസമെങ്കിലും യൂസ് ചെയ്ത് വ്യത്യാസം വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട്, അവ 3 മാസം കൊണ്ട് പനങ്കൊല പോലെ മുടി വരും എന്നല്ല പറഞ്ഞത്, സ്റ്റിൽ വ്യത്യാസം നമുക്ക് വരുന്നത് നന്നായിട്ട് അറിയാനായിട്ട് പറ്റും. യൂസ് ചെയ്യുക, എന്നിട്ട് എല്ലാവരിലേക്കും പ്രൊമോട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. JRCM, ഗുഡ് RCM, ജെ കിസോൾ.